നമസ്കാരം, എൻ്റെ പേര് രാകേഷ് വിശേഷി എന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം സ്ഥാപനമായ റോയൽ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ് എന്ന ഷോപ്പിലാണ്. വഴുതക്കാട് MP റോഡ് വഴിയാണ്. MP റോഡിൻ്റെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥാപനം ഇരിക്കുന്നത്. തുടങ്ങിയിട്ട് ഒരു 4-4.5 മാസമായിട്ടുള്ളൂ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വാഗമണിലാണ്. അപ്പം അവരുമായിട്ട് എനിക്ക് പണ്ട് തൊട്ടേ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ വെച്ചിട്ട് ഞാൻ വാഗമണിൽ പോയി അവരുടെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ പോയി കണ്ട് ഏലം, കുരുമുളക്, അങ്ങനെയുള്ള പട്ട, അങ്ങനത്തെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ വിളവെടുത്തിട്ട് നമ്മളെ ഇപ്പോഴത്തെ ഉള്ള മറ്റേ മായമൊന്നും ചേർക്കാത്ത നല്ല സ്പൈസസ് അവിടെ കൊടുക്കുന്നുണ്ട്. പല വീടുകളിലും അത് ഉണ്ടാക്കിയെടുത്തിട്ട് അത് അവർ കടകളിൽ കൊണ്ടുവച്ച് ചെറിയ മാർജിനിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് നല്ലത് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാനത് അവരിൽ നിന്നും എടുത്ത സ്പൈസസാണ് ഞാനിവിടെ ആദ്യം തുടങ്ങിയിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ സ്പൈസസ്, കുരുമുളക്, ഏലം, കറുവപ്പട്ട, തക്കോല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം വെച്ചിരുന്നത്. അത് ആൾക്കാരിൽ എത്തിക്കാനായിട്ട് കുറച്ച് എൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അറിയുന്ന ആൾക്കാരെല്ലാം വന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും സ്പൈസസും ഒരുമിച്ച് കൊടുത്താൽ ഇപ്പോൾ ദീപാവലിക്ക് തന്നെ പല കടകളിലും നമ്മുടെ ഈ ചോക്ലേറ്റ്സാണ് കൊടുക്കുന്നത്, മധുരമുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് സ്പൈസസും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർന്ന് കൊടുത്താലോ എന്ന് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേരിലൊക്കെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. നമ്മുടെ ഡേറ്റ്സ്, നട്ട്സ്, ബദാം. ഈ ഡേറ്റ്സ് തന്നെ ഒരു 6 ടൈപ്പ് ഡേറ്റ്സ് ഉണ്ട്. വളരെ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർക്ക് ചെന്ന് ഡേറ്റ്സ് എന്ന് പറഞ്ഞ് പോയി വാങ്ങിക്കുന്നത് ഒരു റേറ്റ് കുറഞ്ഞതും തിന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ. അത് ക്വാളിറ്റി കൊള്ളാമോ എന്ന് നോക്കിയിട്ട് ആരും വാങ്ങിക്കുന്നില്ല. നല്ല ക്വാളിറ്റിയിലേക്ക് പോകാതെ ചീപ്പ് ക്വാളിറ്റിയിൽ നോക്കിയിട്ട് അതിൽ വില കുറഞ്ഞ ഏതാണ്. നമ്മളിപ്പോൾ തന്നെ ഒരു സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ വില കുറഞ്ഞുള്ള സാധനം എടുക്കുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വിശ്വസിച്ച് ഒരാളേൽ ഒരു സാധനം കൊടുക്കുമ്പം അവരുടെ ഹെൽത്തും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. പിന്നെ പിസ്ത, ആപ്രിക്കോട്ട്, ചെറി, അങ്ങനെയുള്ള ഒരുപാട് ഡേറ്റ്സ്, ബദാം, അങ്ങനെയുള്ള ഒരു 6-7 ടൈപ്പുകളുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ബിരിയാണികളിലും പിന്നെ കേക്കുകളിൽ, പിന്നെ മറ്റേ വൈനുകളിലും, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ല ഭക്ഷണം കൊടുക്കുന്നതിൽ ഇത് കൂടി ചേർക്കുന്നത്, ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർക്കുന്നത് ആൾക്കാർക്ക് കൂടുതൽ ഹെൽത്തി ആവും. അപ്പോൾ ഹെൽത്തി എന്നുള്ള രീതിയിൽ ചെറുകിട സമ്പ്രദായം വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതാണെങ്കിലും പിന്നെ മറ്റേ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഗ്രൂപ്പിനകത്ത് ഒരുപാട് പേര് വീട്ടിൽ ചെയ്യുന്നുണ്ട് ഇതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള നട്ട്സും ഡേറ്റ്സും ബദാമും ചെറി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലുള്ള എല്ലാം നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇടാമെന്നുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി കേരളത്തിൽ തന്നെ നമ്മുടെ ഇടുക്കിയിൽ നിന്നും വാഗമണ്ണിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന കൃഷി ചെയ്തുണ്ടാക്കുന്ന അവിടുത്തെ ഇത് വെച്ചിട്ട് അവരുടെ വളങ്ങളെല്ലാം കൂടെ വെച്ച് ചെയ്യുന്ന ഏലം, പിന്നെ കുരുമുളക്, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ഇതിൽ ബിരിയാണിയിലേക്ക് ഇടുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു വാസന ഉണ്ടാകും. ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഹെൽത്താണ്. അപ്പോൾ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പിന്നീട് നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് നമുക്ക് നല്ല ഡേറ്റ്സും നല്ല സ്പൈസസും പിന്നെ ജ്യൂസസും, പിന്നെ നമ്മൾ തേയില, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ കടയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ, നമ്മൾ വിലയിലേക്കാളും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഞാനിവിടെ കൊടുക്കുന്നത്.